പരാതിക്കാർ പരസ്യമായി രംഗത്തില്ല. അപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിക്കപ്പെടുന്ന തെളിവുകൾ അത് നിയമപരമായി നിലനിൽക്കുമോ? ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം അതിന്റെ നിയമസാധ്യത എത്രമാത്രമാണ്? അത്തരം സൂചനകൾ നമുക്ക് ലഭ്യമാണോ ഡാൻ? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 പ്രകാരം ഗർഭചിത്രം നടത്തുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് അമ്മയുടെ ജീവന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഈ ഗർഭസ്ഥ ശിശു വളർന്നു വരുന്നത് മൂലം അമ്മയുടെ ജീവൻ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിലേക്ക് ഡോക്ടർമാർ എത്തുകയോ അതല്ലാതെ ഈ കുഞ്ഞിന്റെ ജീവന് അപകടമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയോ ചെയ്താൽ മാത്രമേ ഈ ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ. അതും കൃത്യമായ വ്യവസ്ഥകളോടെയാണ് ഗർഭചിത്രം അനുവദിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്ന് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളായിരിക്കും ക്രൈംബ്രാഞ്ച് ഇനി നടത്തുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ യുവതിയുടെ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ആശുപത്രി രേഖകൾ, കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഇത് നടന്നത് എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരിലേക്ക് അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടവരിലേക്ക് നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുമ്പോട്ട് പോകാൻ തയ്യാറാകുമോ എന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഉറപ്പുവരുത്തുക. അങ്ങനെ അവർ അതിന് തയ്യാറാകുന്നില്ല എങ്കിലായിരിക്കും വിദഗ്ധന്മാരുടെ നിയമോപദേശം തേടിയതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച BNS സെക്ഷൻ 88 വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് കേസെടുക്കാനുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വാർത്ത വരുന്ന പശ്ചാത്തലം അടുത്ത ആഴ്ചയ്ക്ക് അവസാനത്തോടുകൂടി നിയമസഭാ സമ്മേളനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് സാങ്കേതികമായ തടസ്സം രാഹുലിനില്ല എന്ന് ഇന്നലെ സ്പീക്കർ N. ഷംസീർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ രാഹുൽ പങ്കെടുക്കുമോ ഇല്ലയോ അതൊരു ചോദ്യമായി നിൽക്കുകയാണ്. യെസ്, ഡാനിലേക്ക് തിരികെ വരാം. കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം, നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവ് ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് പരാതിക്കാരില്ലെങ്കിൽ കൂടിയും ഗർഭചിത്രം നടത്തി, രണ്ടുപേരുടെ ഗർഭചിത്രം നടത്തി അതിന്റെ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ നിയമപ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം രാഹുലിന് കൂടുതൽ കുരുക്കാകുമോ? നിങ്ങൾ എങ്ങനെ കരുതുന്നു? അല്ല, നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്. നിയമവാഴ്ചയുള്ള ഒരു നാട്ടിനകത്ത് ഒരു ഭ്രൂണാവസ്ഥയിലുള്ള ഒരു കുട്ടിക്കും അവകാശങ്ങളുണ്ട്. ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിക്ക് അവകാശങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തണമെങ്കിൽ നിയമാനുസരണമുള്ള വഴിയിൽ അതിന്റെ മാതാപിതാക്കൾ, സൃഷ്ടാക്കൾ മുന്നോട്ട് പോകണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ വാദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ അവകാശമാണത്. അത് ഞങ്ങളുടെ അധികാരമാണ്, ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ കാര്യം ഇന്ന് കേരളത്തോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് KPCC നേതൃത്വം. എന്നിട്ട് നിയമസഭയിൽ ഞങ്ങൾ സ്വീകരണം കൊടുക്കാൻ പോവാണ്. വീരകൃത്യം നടത്തിയ ഞങ്ങളുടെ പ്രിയ നേതാവിന് സ്വീകരണം കൊടുക്കാൻ പോവാണ്. അങ്ങനെ സെപ്റ്റംബർ 15 നിയമസഭയിൽ ചുവപ്പ് പരവതാനി വിരിക്കാൻ VD സതീശൻ പരവതാനിയായിട്ട് വരുമ്പോഴായിരിക്കും തെളിവുകൾ നാടിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. എന്തിന്റെ തെളിവാണ്? നിയമപരമല്ലാതെ 2 പെൺകുട്ടികളുടെ ഗർഭചിത്രം നടത്താനിടയായി. ആ ഗർഭചിത്രം നടത്താനിടയാകുന്ന വിധം അവർക്ക് മരുന്നുകൾ ലഭ്യമാകുന്ന വിധം വ്യാജമായ മരുന്നുകൾ ഒപ്പിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ സഹായവും ഇവർ ചെയ്തു കൊടുത്തു. ഇദ്ദേഹം തന്നെ ഉപദേശിക്കുന്നത് കേട്ടില്ലേ? യൂട്യൂബ് നോക്കി പഠിക്കൂ, എങ്ങനെ ഗർഭചിത്രം നടത്താം. അപ്പൊ അതേ അന്വേഷണം ഈ ബഹുമാനപ്പെട്ട MLAയും അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ നടത്തി കാണുമല്ലോ. അതിന്റെ രേഖകൾ അവിടെ ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം നാടിന് മുന്നിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 15 കേരളം കാത്തിരിക്കുകയാണ്. നിയമസഭയിൽ സ്വീകരണം കൊടുക്കട്ടെ. ഇത്തരം കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നടത്തിയ ആളുകളെ ന്യായീകരിക്കാൻ ഷാഫി പറമ്പിലും പിന്നെന്താണ് UDFന്റെ ചെയർമാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. UDFന്റെ കൺവീനർ. അത് നിർമ്മിത ബുദ്ധിയാണ്. ഏത് ഈ ഗർഭം അലസിപ്പിച്ച് 2 കണ്ടുപിടിച്ചപ്പോ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് അവർ ഗർഭിണികളായത് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് UDF കൺവീനർ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്നവരാണ് മലയാളി എന്ന കാര്യം ഇവർ ചിന്തിക്കണ്ടേ? പറയുന്നതിന് മുമ്പ് അല്പമെങ്കിലും ബുദ്ധി ഇവർക്ക് വേണ്ടേ? പറയുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ എന്താ പറയുന്നതെന്ന്? കൃത്യമായി ഇക്കാര്യത്തിൽ വസ്തുതാപരമായി തെളിവുകളുണ്ട്. എന്തിനാണ് തെളിവ്? നിയമവിരുദ്ധമായി ഗർഭചിത്രം നടത്തിയിരിക്കുന്നു.
രണ്ട്, അതിന്റെ ഉപായങ്ങൾ ഈ MLA പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്നു. 3, അവർ നിർബന്ധപ്രകാരമാണ് ഗർഭചിത്രത്തിന് ഇരയായി തീർന്നത് എന്ന കാര്യത്തിൽ സന്ദേശം കൊണ്ട് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും ആരാണ് പ്രതി? അത് കേരളത്തിലെ മനുഷ്യർക്കെല്ലാം മനസ്സിലാവുമല്ലോ. അദ്ദേഹത്തിന് പാലക്കാട് സ്വീകരണം കൊടുക്കാൻ ഷാഫി പറമ്പിൽ പ്രത്യേക യോഗം ചേരുന്നു. UDFന്റെ ഉന്നതാധികാര സമിതി കൂടുന്നു. ഇത് പുറത്തു വന്നതോടുകൂടി UDFന്റെ പ്രതിച്ഛായ മെച്ചപ്പെട്ടു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതാണ് തീരെ മനസ്സിലാകാത്തത്. UDFന്റെ പ്രതിച്ഛായ വളരെ മെച്ചമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറയുകയാണ്. എല്ലാവരോടും കൂടി കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് UDF. അവിടെ ഒരു കൊച്ചു കുഞ്ഞിന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ നിയമവിരുദ്ധമായി അശാസ്ത്രീയ ഗർഭചിത്രത്തിലേക്ക് അവരെ കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ വല്ലാത്ത ആഘാതം ഉണ്ടാക്കിയെന്നാണ് ഒരു മാധ്യമ പ്രവർത്തക ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒളിച്ചു വെക്കാനാവില്ല ഈ യാഥാർത്ഥ്യങ്ങൾ. ശ്രീ അനിൽകുമാർ, ഇന്നലെ സ്പീക്കർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് സാങ്കേതികമായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ രാഹുലിന് പങ്കെടുക്കാം. ഇപ്പോഴത്തെ നിയമ സാഹചര്യവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ പങ്കെടുത്താൽ ഇടതുപക്ഷം നിങ്ങളൊക്കെ എന്ത് നിലപാടെടുക്കും? മറുചോദ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം MLA-മാരിൽ ആരോപണ വിധേയരുണ്ട് എന്ന UDFന്റെ ചോദ്യം നിങ്ങൾക്ക് മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ നിയമസഭയിൽ ഇടതുപക്ഷം LDF സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും? അല്ല, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു MLA, ഉദാഹരണമായിട്ട് കൊല്ലം MLA കുറിച്ചാണല്ലോ ആക്ഷേപം ഉന്നയിക്കുന്നത്, അദ്ദേഹത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചോ? ഞങ്ങൾ അദ്ദേഹത്തിന് നിയമവാഴ്ച ചെയ്ത് അദ്ദേഹത്തെ എന്തെങ്കിലും സഹായിച്ചോ? ആ MLA കേരള നിയമസഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റപത്രം കേരള പോലീസ് കൊടുത്തില്ലേ? അതിൽ പരാതിക്കാരിക്ക് പരാതി ഉണ്ടെങ്കിൽ കുറ്റപത്രം കൊടുക്കുക എന്നതല്ലേ കേരള സർക്കാരിന്റെ സമീപനം? ആ പരാതിക്കാരി ഇപ്പൊ തമിഴ്നാട്ടിൽ ജയിലിൽ കിടക്കുന്ന ഏതിനാ? അപ്പോൾ തമിഴ്നാട്ടില് ജയിലിൽ കിടക്കുന്ന കുറ്റകൃത്യം ചെയ്ത് 11-12 കൊല്ലം മുമ്പാണ്. എന്തായിരുന്നു കുറ്റകൃത്യം? അപ്പൊ അത്തരത്തിൽ ഒരു പശ്ചാത്തലമുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവർ പരാതിപ്പെട്ടാൽ MLA ആണെങ്കിലും കേരള പോലീസ് നിയമപ്രകാരം അദ്ദേഹം കോടതി വഴി അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ കോടതി വിധിക്കട്ടെ. ഇതല്ലേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഞങ്ങൾ ന്യായീകരിച്ചോ? അല്ല, രാഹുലിന്റെ വിഷയത്തിലും കോൺഗ്രസ് ആ ചോദ്യം ഉന്നയിക്കും. ദയവായി താങ്കൾ ഒന്ന് തുടരുക. C. കൃഷ്ണകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്, BJP നേതാവ്. C. കൃഷ്ണകുമാർ, BJP വൈസ് പ്രസിഡന്റ്. പാലക്കാടാണ് നിങ്ങൾ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയർത്തുന്നത്. ഇപ്പോൾ രാഹുലിനെതിരെ വരുന്ന പുതിയ തെളിവുകൾ അത് 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. പരാതിക്കാരില്ലെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നിയമക്കുരുക്കായി ഇത് മാറുമോ? നിങ്ങൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും? തീർച്ചയായിട്ടും ഇത് താൻ കുറ്റം ചെയ്തു എന്നുള്ളത് രാഹുലിന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് മാധ്യമങ്ങളെ കാണാതെയും അതുപോലെ തന്നെ ജനങ്ങളെ, സ്വന്തം നിയോജക മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ അഭിമുഖീകരിക്കാതെ വീട്ടിനകത്ത് അടച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവർ എന്തിനു ഭയക്കണം? അദ്ദേഹത്തിന് തന്റെ നിയോജക മണ്ഡലത്തിൽ വരാമല്ലോ. അദ്ദേഹം ഇതുവരെ തന്റെ നിയോജക മണ്ഡലത്തിൽ വന്നതോ? KPCCയുടെ നേതാക്കന്മാർ അവര് ഇന്ന് നിലപാട് മാറ്റുക. കാരണം അവർക്ക് പലതും